നമസ്കാരം. എല്ലാവർക്കും വിഷുദിന ആശംസകൾ. വിഷു പല രീതിയിലും പലരും വിഷുവിനെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്, അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. വിഷു എന്നത് തന്നെ വിസുവ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് വിഷു എന്ന വാക്ക് വന്നിട്ടുള്ളത്. വിസുവ എന്ന് പറഞ്ഞാൽ തുല്യത എന്നാണ് അർത്ഥം. അപ്പോൾ തുല്യതയാണ് വിഷു കൊണ്ട് നമ്മൾ കൊടുക്കുന്ന സന്ദേശം. എല്ലാവരും തുല്യരായിരിക്കട്ടെ എന്നുള്ളതാണ് വിഷുവിൻ്റെ പ്രധാന സന്ദേശം. അത് ആചരിക്കുന്നത് മേടമാസം 1-ാം തീയതി സൂര്യമാന പഞ്ചാംഗ സൂര്യനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇത് പ്രകാരം ആസ്ട്രോളജിക്കൽ ന്യൂ ഇയർ എന്നുകൂടെ വേണമെങ്കിൽ പറയാം. മേടമാസത്തിലാണ് സൂര്യന് ഏറ്റവും കൂടുതൽ ബലമുള്ള സമയം. പകല് ഏറ്റവും കൂടുതലുള്ളത് മേടമാസത്തിലാണ്. അതുപോലെ തന്നെ തുലാമാസത്തിലാണ് ഏറ്റവും കുറവുള്ളത്. അപ്പോൾ ഈ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുക എന്ന് പറയും. സൂര്യന്റെ ഏറ്റവും കൂടുതൽ ബലമുള്ള ഈ സമയമാണ് ആസ്ട്രോളജിക്കൽ ആയിട്ട് ഈ സമയത്ത് ആദ്യത്തെ ദിവസമായിട്ടുള്ള ഇന്ന് മേടമാസം 1-ാം തീയതി ഫലമൂലാദികള്, ധനധാന്യാദികള്, വസ്ത്രങ്ങള്, അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാം ആദ്യമായി കണി കാണുക മാത്രമല്ല, അത് നമ്മൾ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുക. ഈ 10 ദിവസം കൊണ്ട് എല്ലാവർക്കും ഈ സാധനങ്ങളെല്ലാം എല്ലാവർക്കും കൊടുത്ത് വൈശാഖ മാസം, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത 27-ാം തീയതി മുതൽ, അതായത് വൈശാഖ മാസം തുടങ്ങുന്നത് തന്നെ വൈശാഖ മാസത്തിൽ ദാനം കൊടുക്കുന്നതിന് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ദാനം കൊടുത്ത് അതിൻ്റെ തുടക്കമാണ് കൈനീട്ടം കൊടുക്കൽ. ഈ കണിയിൽ വെക്കുന്ന കണിക്കൊന്ന സ്വർണത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ അക്ഷയ തൃതീയ, വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ തൃതീയ, അന്ന് സ്വർണമാണ് ദാനം ചെയ്യേണ്ടത്. ഈ ആദ്യം നമ്മൾ കൈനീട്ടം കൊടുത്ത് ധനം മുതൽ തുടങ്ങി ഓരോ ധനം, ധാന്യം, വസ്ത്രം, ഇങ്ങനെ ഓരോന്ന് ദാനം ചെയ്ത് അക്ഷയ തൃതീയ ദിവസം സ്വർണമാണ് ദാനം ചെയ്യേണ്ടത്. സ്വർണം ദാനം ചെയ്യേണ്ട ദിവസമാണ് അക്ഷയ തൃതീയ. അന്ന് സ്വർണം വാങ്ങേണ്ട ദിവസമല്ല, വാങ്ങിക്കോളൂ. ഇരട്ടി ദാനം ചെയ്യാനുള്ള യോഗവും ഭാഗ്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. കൈനീട്ടം കൊടുക്കുന്നത് തന്നെ ദാനമാണ്. എല്ലാവർക്കും കൊടുക്കുക, എല്ലാവരും തുല്യരായിരിക്കുക. ഈ കണി കണ്ട സാധനങ്ങളെല്ലാം, നിങ്ങൾ എന്തൊക്കെ കണി കണ്ടോ അതെല്ലാം മറ്റുള്ളവർക്ക് ദാനം കൊടുത്ത് എല്ലാവരും തുല്യരാണെന്ന് ഉറപ്പുവരുത്തലാണ് വിഷു കൊണ്ട് നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന, നമ്മുടെ പഴമക്കാരും എല്ലാവരും ഉദ്ദേശിക്കുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ കാലടി ആദിശങ്കരമഠത്തിൻ്റെ എല്ലാവർക്കും സമ്പൂർണമായിട്ടുള്ള വിഷുദിന ആശംസകൾ നേരുന്നു. നമസ്കാരം. എല്ലാവരും തുല്യരായിരിക്കട്ടെ. എല്ലാവരും നന്നായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും എല്ലാവർക്കും ജഗദീശ്വരൻ നൽകട്ടെ. ജയ് ശങ്കര.